Good morning to all of you. Today we are going to discuss about methods of costing and techniques of costing. What is method of costing? Method of costing are the methods, process and techniques employed in the ascertainment of cost. Cost കണ്ടുപിടിക്കുന്നതിനുള്ള ചില മെത്തേഡുകളെയും പ്രോസസ്സുകളെയും ടെക്നിക്കുകളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് വിളിക്കുന്നതാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുക. ദീസ് ആർ ഡിസ്റ്റിങ്ക്ട്ലി ഡിസൈൻഡ് ഫോർ ഈച്ച് ഇൻഡസ്ട്രി ഇൻ സച്ച് എ വേ ദാറ്റ് ദ കോസ്റ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് വിത്ത് റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി ആൻഡ് ദ മാനേജ്മെൻറ്റ് ഈസ് ഏബിൾ ടു ഗെറ്റ് ദി റിക്വയർഡ് ഇൻഫർമേഷൻ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും അതിൻ്റെ കോസ്റ്റ് ഏറ്റവും സുതാര്യമായ രീതിയിൽ കണ്ടെത്തുക, അതനുസരിച്ച് അതിൻ്റെ ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റിന് കൊടുക്കുക. ഇതാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആർ: ഫസ്റ്റ് വൺ ജോബ് കോസ്റ്റിംഗ്, സെക്കൻഡ് വൺ ബാച്ച് കോസ്റ്റിംഗ്, തേർഡ് വൺ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, ഫോർത്ത് വൺ പ്രോസസ് കോസ്റ്റിംഗ്, fifth one service costing, sixth one operation costing, seventh one multiple costing, and eighth one farm costing. First one, job costing. Job costing is a method of costing applied in those industries where jobs are executed against specific orders and each job is treated as a cost unit. ഏതെങ്കിലും ഒരു പ്രത്യേക ജോബ് കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജോബിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന തരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുക. അതിൽ ഓരോ ജോബും എന്തായിരിക്കും? ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിരിക്കും. അത് ഓരോ സ്പെസിഫിക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ജോബ് പൂർത്തീകരിക്കുക. ഓരോ ജോബിൻ്റെയും നേച്ചർ വ്യത്യാസമുള്ളത് ആകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വർക്ക്ഷോപ്പിൽ ഒരു വാഹനം അതിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നുവെങ്കിൽ എന്താണ് ആ പർട്ടിക്കുലർ വെഹിക്കിൾ എന്ന് പറയുന്നത് ജോബ് 1. അപ്പോൾ അതിൻ്റെ വർക്ക് എന്ത് ചെയ്യുക? അതനുസരിച്ചുള്ള റോ മെറ്റീരിയൽസും അതിൻ്റെ മറ്റ് അനുബന്ധ ഘടകങ്ങൾ ഉപയോഗിച്ച് അത് പൂർത്തീകരിക്കുക. അപ്പോൾ അതാണ് ജോബ് 1. അതുപോലെ മറ്റൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ അത് ജോബ് 2 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഓർഡറുകൾ അനുസരിച്ച് പ്രത്യേകമായിട്ട് ഓരോ ജോബിനും വേണ്ടി വരുന്ന കോസ്റ്റുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ജോബ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. Under the system, costs are collected, accumulated and ascertained for each job, work order or project separately. When an order is received from a customer to execute a particular job, it is necessary to quote the rate at which the work shall be undertaken. അടുത്തത് ബാച്ച് കോസ്റ്റിംഗ് ആണ്. ഇവിടെ ഒരേ സ്വഭാവ സവിശേഷതകളുള്ള പ്രോഡക്റ്റുകൾ ഒരു ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ 1000 യൂണിറ്റ് ആയിരിക്കും ഒരു ബാച്ചിൽ, അല്ലെങ്കിൽ 500 യൂണിറ്റ്സ് ആയിരിക്കാം ഒരു ബാച്ചിൽ. അപ്പോൾ ആ രീതിയിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉൾപ്പെടുന്ന ഒരു ബാച്ചായിട്ട് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ കോസ്റ്റ് കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ അതിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടുന്നു. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബേക്കറി ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുക, ടോയ് മാനുഫാക്ചറിങ് കമ്പനീസ്, മറ്റ് സൈക്കിൾ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, ഇതൊക്കെ എന്താണ് ബ്രാഞ്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് ഉദാഹരണങ്ങളാണ്. സോ ബാച്ച് കോസ്റ്റിംഗ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ജോബ് കോസ്റ്റിംഗ്. A batch may be represent a number of small orders passed through the factory in a batch. This is suitable for cycle manufacturing units, toy manufacturing companies, bakeries, etc. The next one, contract costing.
When the job is big and spread over a long period of time, the method of contract costing is used. This method is used by builders and civil engineering contractors. Contract costing നമുക്ക് പലപ്പോഴും സുപരിചിതമാണ്. അതായത് ലോങ് ടൈം നേച്ചറിലുള്ള ഒരു വർഷം കൊണ്ട് വർക്ക് പൂർത്തീകരിക്കപ്പെടാത്ത തരത്തിലുള്ള വർക്കുകളുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുക. പലപ്പോഴും ബ്രിഡ്ജ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ലോങ് ടൈം നേച്ചറിലുള്ള വർക്കുകളുടെ കോസ്റ്റ് ഓരോ വർഷവും അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ അവിടെ കോൺട്രാക്ടർ ഉണ്ടാവും, കോൺട്രാക്റ്റി ഉണ്ടാകും, അവരുടെ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള മൊഡ്യൂളിൽ കാണുന്നതുമാണ്. നെക്സ്റ്റ് വൺ, പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോവുക. അങ്ങനെ ആ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സ് പല സ്റ്റേജസ് ആയിട്ട് പൂർത്തീകരിച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുക. ഇപ്പോൾ നമ്മളുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലുള്ള ലാറ്റക്സ് കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് പല പല പ്രോസസ്സുകളാണ് അതിലൂടെ നടക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടാപ്പിങ്, അതിൻ്റെ കളക്ഷൻ, അതിൻ്റെ ഫിനിഷിങ് തുടങ്ങിയ രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ സ്പിന്നിങ്, വീവിങ്, അതിൻ്റെ ഫിനിഷിങ്, ആ രീതിയിലുള്ള പല പ്രോസസ്സുകൾ, അതുപോലെ ഓയിൽ റിഫൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പലതരത്തിലുള്ള പ്രോസസ്സുകൾ. അപ്പോൾ ഈ രീതിയിൽ ഐഡൻറ്റിക്കലായിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും എന്താണ്, പല പല പ്രോസസ്സുകൾ. ഒരു പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു. ആ സെക്കൻഡ് പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു. അങ്ങനെ ഫൈനൽ പ്രോഡക്റ്റായിട്ടത് മാറുന്നു. അപ്പോൾ ഓരോ പ്രോസസ്സിലും വരുന്ന കോസ്റ്റുകൾ കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുക. Process costing is a method of costing applied in such concerns where the product passes from one distinct process to the other till completion. This method of costing is applied in concerns such as paper manufacturing, chemical manufacturing, oil refining, paint manufacturing, etc. Next one is service or operating costing. ഇത് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന തരത്തിലുള്ള മെത്തേഡാണ് സർവീസ് കോസ്റ്റിംഗ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഹോസ്പിറ്റൽ സർവീസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു, നമ്മളോട് ഇത്ര രൂപ ടിക്കറ്റിൻ്റെ ചാർജ് എടുക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, ആ ട്രാൻസ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കോസ്റ്റിങ്ങിനെയാണ് സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുക. സോ സർവീസ് കോസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് വിച്ച് റെൻഡർ സർവീസസ് ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദോസ് വിച്ച് മാനുഫാക്ചർ ഗുഡ്സ്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്സ്, പവർ സപ്ലൈ കമ്പനീസ്, ഹോസ്പിറ്റൽസ്, എറ്റ്സെട്ര. ദ നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഇതിന് മറ്റ് ചില പേരുകളാണ് സിംഗിൾ costing or output costing or unit costing. The method of costing is applied in such concerns where the process of production is continuous and the units produced are identical. This method is applied in industries like mines, quarries, brick works, etc. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്ന തരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ അത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആകാം, പ്രൊഡക്ഷൻ പ്രോസസ്സ് ആകാം, അതുപോലെ തന്നെ അത് ഐഡൻറ്റിക്കൽ നേച്ചറിലുള്ള പ്രോഡക്റ്റും ആകാം. അപ്പോൾ ഒരു യൂണിറ്റിനുള്ള കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന്
പറയുക. ഇവിടെ നമ്മളൊരു കാര്യവും കൂടെ ഓർക്കുക. നമ്മൾ നേരത്തെ കോസ്റ്റിങ്ങിൻ്റെ ബേസിക് ടേംസിൽ കോസ്റ്റ് യൂണിറ്റ് പഠിച്ചായിരുന്നു. കോസ്റ്റ് യൂണിറ്റും യൂണിറ്റ് കോസ്റ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് ഡിഫറൻറ്റ് പാർട്സ് അസംബിൾ ചെയ്ത് എടുക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ഒരു പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡല്ല മറ്റൊരു പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഈ പാർട്സുകളെല്ലാം കൂടി ചേർന്നാണ് ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ആക്കി തീർക്കുക. അപ്പോൾ ഈ ഓരോ പാർട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലധികം കോസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ സ്വീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ദി സെയിം പ്രോഡക്റ്റ്. This method is suitable for industries where a number of component parts are separately produced and subsequently assembled into final product. Next one, farm costing. ഇത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഇന്ന് ഫാം ഇൻഡസ്ട്രീസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് മത്സ്യകൃഷികളുണ്ട്, ദെൻ മറ്റ് ഡയറി ഫാംസ് ഉണ്ട്, ദെൻ ആട് വളർത്തൽ, പശു വളർത്തൽ. അപ്പോൾ അങ്ങനെയുള്ള ഫാം നേച്ചറിലുള്ള ഇൻഡസ്ട്രീസ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫാം കോസ്റ്റിംഗ് എന്ന് പറയുക. ഫാം കോസ്റ്റിംഗ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ടു farming. Farming constitutes the activities like agriculture, horticulture, sericulture, etc. അടുത്തതായി നമ്മൾ കാണുക ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇത് പ്രധാനമായിട്ടും കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റുകളെ പ്രത്യേകമായിട്ട് വിശകലനം ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യുന്ന വ്യത്യസ്ത മാർഗങ്ങളെ ആണ്. ഇത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ സഹായകരമാവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യത്യസ്ത മാർഗങ്ങളെയാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുക. ഇതിനെ നമ്മൾ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. So techniques of costing are the techniques and the different ways of analyzing and presenting costs for the purpose of controlling costs and helping the management in taking useful managerial decisions. The important techniques of costing are marginal costing, direct costing, absorption costing, standard costing, uniform costing and historical costing. First one is marginal costing. It is a technique of costing where only one variable costs are charged to operations, process or products. Marginal costing എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് അവിടെ ചാർജ് ചെയ്യപ്പെടുക. അല്ലെങ്കിൽ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റുകളൊക്കെ അവിടെ റിക്കവർ ചെയ്തിട്ടുണ്ടാവും. ആ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന വേരിയബിൾ കോസ്റ്റ് മാത്രം എത്രയാണ് എന്ന് അസർട്ടൈൻ ചെയ്യുന്ന തരത്തിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുക. ദ നെക്സ്റ്റ് വൺ ഡയറക്റ്റ് കോസ്റ്റിംഗ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് കോസ്റ്റുകളെ മാത്രം ചാർജ് ചെയ്യുന്ന തരത്തിലുള്ള കോസ്റ്റിംഗ് ആണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ടു ഓപ്പറേഷൻസ്, പ്രോസസ് ഓർ പ്രോഡക്ട്സ് ആൻഡ് റൈറ്റിംഗ് ഓഫ് ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദൈ അറൈസ്. Next, absorption costing. Absorption costing, it is a practice of charging all cost, both variable and fixed, to operations, process or products. It varies from marginal costing where variable cost only are charged to products. Absorption costing എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ചാർജ് ചെയ്യുന്ന തരത്തിലുള്ള കോസ്റ്റിംഗ് ആണ്. അതിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുക.
എന്നാൽ മാർജിനൽ കോസ്റ്റിംഗിൽ എന്താണ്, അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. Standard costing is the preparation and use of standard cost and their comparison with the actual so as to analyze their variances. അപ്പോൾ കോസ്റ്റിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കും. ദെൻ അതിൻ്റെ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ അവിടെ ആക്ച്വൽ കോസ്റ്റ് എത്ര വന്നു, ഇവ തമ്മിലുള്ള കമ്പാരിസൺ ആണ് അവിടെ നടക്കുക. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. നെക്സ്റ്റ് വൺ ഈസ് യൂണിഫോം കോസ്റ്റിംഗ്. അതായത് ഒരേ രീതിയിലുള്ള കോസ്റ്റിംഗ് സിസ്റ്റം തന്നെ ഡിഫറൻറ്റ് അണ്ടർടേക്കിങ്സിന് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെയാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുക. യൂണിഫോം കോസ്റ്റിംഗ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ബൈ സെവറൽ അണ്ടർടേക്കിങ്സ് ഫോർ കോമൺ കൺട്രോൾ ആൻഡ് കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അതിൻ്റെ കോസ്റ്റ് എന്താണെന്ന് അസർട്ടൈൻ ചെയ്യപ്പെടുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആഫ്റ്റർ ദി ഹാവ് ബീൻ ഇൻകേർഡ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങും ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങും ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡോക്ടർ KGC നായരുടെ ടെക്സ്റ്റ്, ചാന്ദ് പബ്ലിക്കേഷൻസിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങാവുന്നതാണ്. പഴയ ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്താലും മതിയാകും. താങ്ക് യു.